നമ്മളെ ഇതുപോലെ മണ്ടന്മാരാക്കാൻ ഈ അലോപ്പതി ഡോക്ടർമാർക്കല്ലാതെ വാർക്കാൻ സാധിക്കുക. ചെരുപ്പിടാതെ നടന്നാൽ കൊക്കോ പുഴു പിടിക്കും. അതുകൊണ്ട് കൃഷിപ്പണിക്ക് മനുഷ്യർ ഇറങ്ങണില്ല. ഈ പാടത്തും പറമ്പിലും ഒക്കെ രാവിലെ തുടങ്ങി. എൻ്റെ വീടിൻ്റെ മുന്നിലെല്ലാം മീൻ പിടിക്കാൻ തോട്ടിൽ രാവിലെ ഒന്ന് മുങ്ങാങ്കുളിയിട്ട് മുങ്ങി കുളത്തിൽ മീനിടുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ കൊക്കോ പുഴു പിടിച്ച് മരിച്ചോ? എലിപ്പനി പിടിച്ചോ അവർക്ക്? എലിയെ തിന്നുന്നവരുണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോഴുമുണ്ട് എലിയെ തിന്നുന്നവര്. അവർക്കാർക്കും എലിപ്പനിയില്ല. കൊതുക് കുത്തിയാൽ ഡോങ്കിപ്പനി വരും, ഡെങ്കിപ്പനി വരും. ഞാൻ എറണാകുളത്തൂടെ പോകുമ്പോൾ ഇപ്പോഴും മനസ്സിൽ സങ്കടമുള്ളൊരു കാഴ്ചയാണ്. എറണാകുളം ടൗൺ ഹാളിൻ്റെ മുന്നിൽ തെരുവിൽ ഒരാൾ കിടക്കുക, ഒരു 12 മണിയെങ്കിലും ആയിട്ടുണ്ടാകും. അയാൾ ആ ടൗൺ ഹാളിൻ്റെ കമ്പി വേലിയുടെ അവിടെ ഒരു തുണി കെട്ടിയിട്ട്, പഴയ കീറിയ മുണ്ടായിരിക്കണം, ഒരറ്റം കയ്യിലും പിടിച്ചിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിടന്നുറങ്ങാൻ നോക്കുകയാണ്. ഇതുപോലെ കൊതുക് പൊതിഞ്ഞു മനുഷ്യർ തെരുവുകളിലുണ്ട്. ഈ തിരുവനന്തപുരം തെരുവിൽ കൊതുക് പൊതിഞ്ഞു കിടക്കുന്ന മനുഷ്യരില്ലേ? കൊതുക് കുത്തിയിട്ട് അവർക്ക് ഡോങ്കിപ്പനി പിടിച്ചോ? അതോ അവർക്ക് ഈ കൊതുക് കുത്തിയ ഡോങ്കി വരുമെന്ന് പറയുന്ന അലോപ്പതി ഡോക്ടർമാരാണോ ഡോങ്കികൾ? ആരോ ഡോങ്കികളാണ്. ജയിലിൽ ഷിഗല്ല കയറുന്നില്ല, നിപ്പ പിടിക്കണില്ല. ഇപ്രാവശ്യത്തെ നിപ്പയ്ക്ക് അങ്ങനെ ക്ലച്ച് പിടിച്ചിട്ടില്ല. പഴയ പോലെ ഒരു ഉഷാറ് നിപ്പയ്ക്കില്ല. ഒരു കാലത്തും കേരളത്തിൽ നിപ്പയും വേറൊരു പകർച്ചവ്യാധിയും കൂടെ ഒരുമിച്ച് വന്നിട്ടില്ല, കൂട്ടുപിടിച്ച് വന്നിട്ടില്ല. നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞു, എന്തുകൊണ്ട് കൊറോണ വന്ന 3 കൊല്ലം വേറെ ഒരു വൈറസും ഒരു ബാക്ടീരിയയും കളിക്കാൻ ഇറങ്ങിയില്ല. അവർ ഗാലറിയിലിരുന്ന് കൊറോണയുടെ കളി, കോവിഡിൻ്റെ കളി കണ്ട് രസിച്ചു. എന്തായിരുന്നു അത്? ഈ അണുക്കളൊക്കെ തമ്മിലൊരു ധാരണ ഉണ്ട്. ഇക്കൊല്ലം കേരളത്തിലേക്ക് നീ പോകും, ഷിഗല്ലേ നീ കേരളത്തിലേക്ക് ഇക്കൊല്ലം നീ പോകും. കോഴിക്കോട് തന്നെ തുടങ്ങണം കേട്ടോ, വേറെ എവിടത്തും പോയി തുടങ്ങിയേക്കരുത്. കോഴിക്കോടോ മലപ്പുറമോ വയനാടോ. ഞങ്ങൾ അടുത്ത കൊല്ലം വരാം. ഇപ്രാവശ്യം ഡോങ്കിയും വന്നിട്ടുണ്ട്, ഷിഗല്ലയും വന്നിട്ടുണ്ട്, നിപ്പയും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവർ 3 കൂട്ടരും കൂടെ മതസൗഹാർദ്ദത്തിൻ്റെ രീതി, ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും കൂടെ എന്ന് പറഞ്ഞ രീതിയിൽ, മതസൗഹാർദ്ദ രീതിയിൽ അണുസൗഹാർദ്ദമായിട്ട് 3 പേരും കൂടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ വരാത്തത് എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ആ ഒരു പോരായ്മ പരിഹരിക്കണ്ടേ? ജയിലിൽ കിടക്കുന്നവർക്ക് എന്താണ് കൊറോണ വരാത്തത്, അല്ലെങ്കിൽ നിപ്പ വരാത്തത്, ഡെങ്കി വരാത്തത്? അപ്പം ജയിലിൽ 1-2 പേരെയൊക്കെ കാണിച്ചിട്ടുണ്ടോ? പട്ടാളക്കാർക്ക് അവർക്ക് ഷിഗല്ല വരാറില്ലല്ലോ. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഏതെങ്കിലും ഒരു റെജിമെന്റിൽ എലിപ്പനി പടർന്നു പിടിച്ചു, നിപ്പ പടർന്നു പിടിച്ചു, കപ്പ പിടിച്ചു, എന്താ കേൾക്കാത്തെ? റേഷനാണ്. കുഴിമാന്തി, ഷവർമ്മ, മരണൈസും കൂട്ടി പട്ടാളക്കാരന് അവിടെ കിട്ടൂല. റേഷനാണ്. 12 മണിക്ക് മെസ്സ് തുറക്കും, 2 മണിക്ക് അടക്കും. മർച്ചന്റ് നേവി കപ്പലിൽ 2 മണിക്ക് 12 മണിക്ക് മെസ്സ് തുറക്കും, ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കും. ആര് കഴിച്ചോ ഇല്ലേന്ന് നോക്കാണ്ട് 2 മണിക്ക് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം. നിയമമാണ്. രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകുന്നില്ലേ? ശരീരത്തിന് ആഹാരത്തിൻ്റെ തെറ്റുകൾ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പഞ്ചസാര തുടങ്ങിയ ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ, ടിൻ ഫുഡ്, ബിസ്ക്കറ്റ്, മിഠായി, ചോക്ലേറ്റ് ഒക്കെ തിന്നുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അത് കുടലിൽ മാത്രം ചെറുതായിട്ടുണ്ടാകുമോ, അത് ദേഹത്ത് വ്യാപിച്ചുണ്ടാകുമോ? ആ ഇൻഫ്ലമേഷൻ്റെ അസ്വസ്ഥതകൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോഴാണ് രോഗങ്ങളായിട്ടും അവയവങ്ങളുടെ തകരാറുകളായിട്ടും ഒക്കെ നമ്മൾ വീണ് പോകുന്നത്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുക. നമുക്ക് വിശ്വാസികളെ വേണ്ട, അന്ധവിശ്വാസികൾ വേണ്ട. പഠിച്ച് ശരിയെന്ന് തോന്നി തൻ്റെ ശരീരത്തിൽ ചെയ്തു നോക്കി ഗുണം കിട്ടുമെങ്കിൽ ദോഷമൊന്നും വരാനില്ലല്ലോ. പഴം 2 കഴിച്ചു, പച്ചക്കറി തിന്നു, കരിക്ക് തിന്നു, ദോഷമൊന്നും വരില്ലല്ലോ. ചെയ്തു നോക്കി ഗുണം ഉറപ്പായാൽ തുടർന്നാൽ മതി. ഏത് രോഗവും നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനുള്ള ലളിതമായ വിദ്യ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അല്പം രോഗങ്ങളുണ്ട്, കുറെ കൂടെ സീരിയസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ 7 ചികിത്സാലയങ്ങളുണ്ടല്ലോ കേരളത്തിൽ. തിരുവനന്തപുരത്ത് ഉറിയാക്കോട് വിളപ്പിൽശാലയ്ക്കടുത്ത്, കായംകുളത്തിനും അടൂരിനും ഇടയിൽ വെട്ടിക്കോട്, കറ്റാനം കഴിഞ്ഞ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന് മുന്നിൽ, ആലപ്പുഴയിൽ പമ്പാ നദിയുടെ തീരത്ത് കുട്ടനാട്ടിലൂടെ ബോട്ട് യാത്ര പോലും രോഗികളെ കൊണ്ട് നടത്തിക്കുന്ന രീതിയിൽ അവിടെ സീരിയസ് രോഗികളെ എടുക്കുകയല്ല. വിദേശത്തു നിന്നൊക്കെ വരുന്നവരും വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളതാണ്. കൈനകരിയിലെ റിസോർട്ട് പ്രകൃതി റിസോർട്ടാണ്. അപ്പുറത്ത് ആലുവയിൽ, ഏലൂക്കരയിൽ, തൃശ്ശൂരിൽ 2 ചികിത്സാലയങ്ങളുണ്ട്. സുന്ദരമായ കോൾപ്പാടത്തിൻ്റെ തീരത്ത് കോടന്നൂരിലും, അപ്പുറത്തൊരു മലഞ്ചെരുവിൽ പട്ടിക്കാട്, അവിടെ അല്പം ആപ്ലിക്കേഷൻസ് ആയുർവേദത്തിൻ്റെ ബാഹ്യ രീതികൾ കൂടിയുണ്ട്. മരുന്ന് അവിടെയില്ല. ഡോക്ടർ സന്ധ്യ ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്. കോഴിക്കോടാണെങ്കിൽ മാനസിക രോഗങ്ങൾ പോലും ചികിത്സിക്കുന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രം. എൻ്റെ ശ്രീമതി ഡോക്ടർ സൗമ്യ സൈക്കോളജിസ്റ്റാണ്. അതുകൊണ്ട് എല്ലാത്തരം രോഗികളെയും നോക്കുന്നതാണ്, മാനസിക രോഗികളെയും കൂടെ ശരിയാക്കുന്നതാണ് കോഴിക്കോട്ടിലാണ്. കൂടുതൽ അക്രമമുള്ളവരെയൊന്നും നോക്കിയെടുക്കാൻ പറ്റില്ല. 7 ചികിത്സാലയമുണ്ട്. 2 ആഴ്ച വന്നു നിന്ന് ജീവിതത്തിൽ ആദ്യം നിങ്ങളൊന്ന് അനുഭവിക്കണം, പരിശീലിക്കണം. തിയറി മാത്രം പഠിച്ചുകൊണ്ടായില്ലല്ലോ. സ്വന്തമായിട്ട് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ പലരും കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. വീട്ടുകാർ പൊക്കി ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. പ്രകൃതി ചെയ്യുമ്പോൾ ചെറിയൊരു വയറിളക്കം പോലെ വരാൻ സാധ്യതയുണ്ട്. കെട്ടിക്കിടക്കുന്നതെല്ലാം തള്ളിക്കളയുമ്പോൾ അസിഡിറ്റി കൂടിയവരൊന്ന് ഛർദ്ദി, അപ്പോൾ വീട്ടുകാർ പേടിച്ച് അവിടെയാണെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തോളൂ. അപ്പോൾ അതുകൂടാതെ 2 പ്രകൃതി ഹോട്ടലുകൾ നമുക്കുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധിഭവൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, മറ്റൊന്ന് കൊല്ലത്ത് ആശ്രമം മൈതാനിയിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലാണ്. ആയുർവേദ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്നു. ഇവിടെ തിരുവനന്തപുരത്തുള്ളത് ഗാന്ധി സ്മാരക നിധിയുടെ ഒരു പ്രത്യേകമായ താല്പര്യത്തിൽ അവരുമായിട്ട് ചേർന്നാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരും കൂടി ചേർന്ന്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് പരിപോഷിപ്പിക്കേണ്ട ഒന്നാണിത്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ നമുക്ക് ആക്രമണങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടി പ്രകൃതിക്കാരെ ചീത്ത പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മരുന്ന് കമ്പനിക്കാർ കാശ് മുടക്കാനുണ്ട്. അപ്പം നമ്മൾ ജനകീയമായി ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ആരോഗ്യ രീതിയാണിത്. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്.